ഹായ് ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മളൊരു സ്ഥലത്ത് പോവുകയാണ്. നമ്മൾ ഇതുവരെ എൻ്റെ വ്ളോഗിൽ കാണിക്കാത്ത ഒരാളുടെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. അത് സർപ്രൈസ് ആയിരിക്കും. ആൻഡ് അതിന് മുമ്പ് ഞങ്ങൾക്കൊരു കല്യാണത്തിന് പോകാണ്ട് കല്യാണത്തിന് പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ അങ്ങോട്ട് ആയിരിക്കും പോവുക. ആൾക്കൊരു പരാതി ഉണ്ട്, അത് നമ്മൾ ഇന്ന് തീർക്കും. ഓക്കെ, അപ്പം നമ്മളെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഒപ്പം ഇന്ന് ആരാണുള്ളത്? ഹായ്. അമ്മ ഒന്നും മിണ്ടൂല, അമ്മ ചിരിക്കുള്ളൂ. എപ്പോൾ വീഡിയോ എടുത്ത് ചെന്നാലും ക്യാമറ കൂടെ ഓഫായി കഴിഞ്ഞാൽ ഇതിന്റെ സ്വിച്ച് എവിടെയാ നോക്കണം. അമ്മാതിരി രീതിയിലാണ് അപ്പൊ സംസാരിക്കുക. അപ്പൊ എന്തുകൊണ്ടാണ് എന്റെ യൂട്യൂബ് ചാനലിലൊന്നും മിണ്ടാത്തത്? യൂട്യൂബ് ചാനൽ വെരി ഗുഡ്. എന്താ മിണ്ടാത്തത് പറയൂ? ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. അമ്മ അന്ന് മറ്റേ വീഡിയോ എടുക്കുമ്പോൾ അമ്മ അവിടെ വന്നു, പക്ഷെ ഒന്നും മിണ്ടിയില്ല. മിണ്ടരുത് ഞങ്ങൾ പറഞ്ഞു, എന്നാലും നമുക്ക് എന്തിനും മിണ്ടായിരുന്നു, അമ്മ മിണ്ടിയില്ല. നമ്മൾ അമ്മേനെ വെച്ചിട്ട് മാത്രമായിട്ടൊരു കണ്ടന്റ് ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പോണത്. നമ്മുടെ ഫ്രണ്ടിന്റെ കല്യാണം, ഫ്രണ്ടിന്റെ മകളുടെ കല്യാണം ഉണ്ട്, അതിനാണ് നമ്മൾ പോണത്. പിന്നെ നമ്മളെ സർപ്രൈസ് എന്ന് പറയുന്നത് സർപ്രൈസ് ആണ്. അപ്പൊ നമ്മൾ അവിടെ എത്തിയിട്ടേ കാണിച്ചു തരുള്ളൂ എന്താന്നുള്ളത്. അപ്പൊ നമ്മള് കല്യാണമൊക്കെ ഓടി വന്നു. കല്യാണം അത്യാവശ്യം നല്ല കല്യാണമായിരുന്നു, പക്ഷെ ഈ ആൾക്കാരുടെ ഇടയിൽ നിന്ന് വീഡിയോ എടുക്കാനുള്ള ധൈര്യം ഇപ്പോഴും കിട്ടാത്തതുകൊണ്ട് നമ്മൾ അത് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പൊ ഇനിയാണ് നമ്മൾ സർപ്രൈസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ഒരു ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചുരം നല്ലൊരു പ്രകൃതിയും രമണിയൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അങ്ങനെ വളവൊക്കെ ഉണ്ട്. ഇതിനെയാണ് അമ്മ പറയുക വയനാട് ചുരം. വയനാട് അമ്മ കണ്ടിട്ടില്ലാവോ? പിന്നെ ഇവിടെ ഒരു കാട് പോലെ സ്ഥലം. ഇതൊക്കെയാണ് അമ്മ, ഇതുകൊണ്ടാണ് അമ്മ പറയുന്നത് ഇറ്റ് ഈസ് വയനാട്. നമ്മളെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മളെ അവിടെ എത്തും. നമ്മളൊരു എത്തി ഗൈസ്. ഇതാണ് നമ്മളെ സർപ്രൈസ്. ഇതായിരുന്നു നമ്മളെ സർപ്രൈസ്. അപ്പൊ ഇയാൾക്കാണ് പരാതി ഉള്ളത്. ഇയാൾക്കാണ് ഈ കുഞ്ഞൂട്ടൻ എന്നായിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. അത് ഇയാൾക്ക് ഭയങ്കര പരാതിയാണ്. ഇയാളെ പേരെന്താ? പറയൂ. ശാങ്കുട്ടൻ. പറയുന്നില്ല. അറിയത്തോട്ടെ, ഞങ്ങളെ യുവതൃശാനാണിത്. അപ്പോൾ ഇയാൾക്ക് ഭയങ്കര പരാതിയാണ്. ആൻഡ് ഇതാണ് എന്റെ തല വണ്ടി ഗൈസ്. ഇതാണ് തലേന്റെ തലൈവി അനുഷ. ഇതാണ് ഏട്ടന്റെ വൈഫ് കേട്ടോ. മോനെ ഹായ് പറയൂ. ഹായ് പറ മോനെ. മോന് ഒരു റയർ സൗണ്ടാണ് ഗൈസ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ശരിക്കും അവളെ തല വന്നിട്ടുണ്ട്. ഇതാണ് തല. തലൈവി തല. കുറ്റിനാനോ How is motherhood? ചോദിക്കരുത്, അബദ്ധം പോകുന്നൊക്കെ. അപ്പോൾ നമ്മളൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ്. എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? സർപ്രൈസ് ആണ്. നമ്മൾ ഒരു മലയൊക്കെ കയറിയിട്ടൊരു ട്രക്കിംഗ് പോലത്തെ സംഭവത്തിനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ കോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, കാരണം ചെറിയ തോതിൽ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഫോട്ടോ എടുക്കാണ്ടെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത്. അരിവാളൊക്കെ ആയിട്ടാ പോണത്. എന്താ ഉദ്ദേശം? ഞാൻ ഓടുട്ടോ. നിങ്ങളെങ്ങനെയാ ചക്കടോ? ചക്ക കിടക്കുന്നുണ്ടോ? കാട്ടുപന്നി കൊണ്ടുവന്നിട്ടാ. ആണ്. ഓ ഇതില്ലേ
ഗൈസ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള നിർദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാട്ടുപന്നി ഉണ്ട്. അമ്മേ അയ്യോ, ഇവരെന്തോ കുറ്റം പറഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ. അയ്യോ ഗൈസ്, നിങ്ങളിത് കാണുക, ഞാൻ ലൈവ് ഇപ്പം തന്നെ എടുക്കുന്നതാണ്. ഞാൻ കൊല്ലാൻ വേണ്ടി പോവാണോ നല്ല ഡൗട്ടുണ്ട്. അരിവാളൊക്കെ ഉണ്ട് കയ്യിൽ. ഇനി അതന്നെയാണ് ഉദ്ദേശം. അമ്മേ, ഇവരിങ്ങോട്ടോ എന്നെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഇവിടെ മനുഷ്യവാസമുണ്ട് എന്ന് തോന്നുന്നില്ല. പക്ഷെ ഇവിടെ കുറേ കല്ലുകളും ഇവിടെയൊക്കെ വെട്ടി കളിച്ചിട്ട് ആ മൈ ഗോഡ് നല്ല രസമുണ്ട്. ഒരു ട്രെക്കിങ് പ്രതിനിധിയാണ് ഗൈസ്. എന്താ അറിയില്ല, ദൈവം അനുഗ്രഹിച്ച സ്റ്റാമിന എന്ന് പറഞ്ഞ സാധനം എൻ്റെ അടുത്ത് കൂടെ പോയിട്ടില്ല. ഇവരൊക്കെ പറയണത് കുട്ടീനെ എടുത്തിട്ട് ഇങ്ങനെ ആടി 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 കാലിലെ മസിലൊക്കെ സെറ്റ് ആയിന്നാ. ഇവരിതാ പാഞ്ഞു പോണു. ആട്ടോ, ഇത് കൊള്ളാം, ഇത് കൊള്ളാം, ഇത് കൊള്ളാം. ഞാൻ ഈ പന്നി വന്നെങ്കിൽ വഴിയും കൂടി അറിയില്ല കേട്ടോ. അമ്പ, ഇത് കൊള്ളാം. ഇത് ശരിക്കും അടിപൊളി സ്പോട്ട്. ഇങ്ങനൊരു സ്പോട്ടുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. ഇതെങ്ങനെ നിങ്ങളെങ്ങനെ കണ്ടുപിടിച്ചേ? ആണ്. This is beautiful, guys. Oh my god. അയ്യോ, ഇവിടെ ഇവിടെ ഒരു രക്ഷയില്ല കേട്ടോ. കൊള്ളാം, പൊളി സാധനം. ഇവിടെ എന്തോ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അനാശാസ്യം നമ്മൾ പബ്ലിക്കലി പൊക്കിയിരിക്കുന്നു ഗൈസ്. അനാശാസ്യം, അനാശാസ്യം ഇതിവിടെ അനുവദനീയമല്ല. ഇത് കൊള്ളാം ഗൈസ്. ദിസ് ഈസ് ബ്യൂട്ടിഫുൾ. നല്ല ഫോട്ടോ എടുക്കാനുള്ള സ്ഥലമുണ്ട് പറഞ്ഞിട്ടാണ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. ബട്ട് ദിസ് പ്ലേസ് ഇസ് ഹെവൻ. ലൈക്ക് അത്രയ്ക്ക് നല്ല രസമുള്ള സ്ഥലമാണ് ഗൈസ്. ഇത് നമ്മൾ കറക്റ്റ് ട്രക്കിംഗ് വൈബാണ് ഉണ്ടാവുക. അപ്പം നിങ്ങൾക്ക് ഈ സ്പോട്ട് എവിടെയാ എന്താണെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വന്നിട്ട് പറയൂ, കമൻറ്റ്. അപ്പം നമ്മൾ പറയുന്നത് എവിടെയാണെന്നുള്ളത്. എനിക്ക് ഇങ്ങനത്തെ ഹിഡൻ സ്പേസിലൊക്കെ പോണത് ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. ബട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പോണത്. നമ്മൾ ഈ ചിലവരൊക്കെ പറയുന്നേക്കാം കാടിൻ്റെ ഇടയിലുള്ള ഈ പുഴ, കാടിൻ്റെ ഇടയിൽ കുളം, അതൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇത് നമ്മൾ ആദ്യമായിട്ടാണ് ഈ അറിയുന്നത്. ഇവിടെയോ റബ്ബർ തോട്ടോ? സെയിം സ്ഥലമാണ് ഗൈസ് ഇവിടെ. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ഇതെന്താ അറിയുന്ന ഒരു കമന്റ് ചെയ്യുക കേട്ടോ. അവിടെ വരെ പോയിട്ട് ഇടവഴി ഷൂട്ട് ചെയ്ത് പോരി. വേണ്ട, പോവാ. ഇവിടെ എവിടെ പന്നിത്തളമുണ്ട് എന്ന് പറഞ്ഞു. പന്നികൾ കിടക്കുന്ന സ്ഥലം ഇവിടെ അത്രയും അടുത്താണ് ഈ പന്നിത്തളം എന്ന് പറയുന്നത്. എന്താ പന്നിത്തടം? എന്തായാലും എന്താ പന്നികൾ കിടക്കുന്ന സ്ഥലം, തളയാനും തടയാനും വി ഡോണ്ട് കെയർ. അത്രേ ഉള്ളൂ. ഇത് കൂടെയാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. ഇതൊക്കെ കണ്ടുപിടിക്കുന്നവനെ വേണം ആദ്യം രണ്ട് ഉമ്മ കൊടുക്കാൻ.
കൊടുത്തു ഗൈസ്. പാമ്പാണോ? പാമ്പാ? ഞാൻ കണ്ടുട്ടോ. ഇതെന്താ പച്ച കരടിയോ? ഇവിടെ എവിടെ ഗായ്സ്? റബ്ബർ തോട്ടം ഗായ്സ്. ഇന്ന് വരുമ്പോ മറ്റാരും ഇതില്ലേ ചുരം, അത് വരുമ്പോ അങ്ങനെ പറയും നമ്മൾ വയനാട്ടിലാണ് ഗൈസ്. വയനാട്ടിൽ ഇപ്പോൾ വയനാട്ടിലെത്തിയൊരു ഫീൽ ഉണ്ട്. കാരണം കാട്, റബ്ബർ തോട്ടം, ആ ചുരം. സോറി ഗൈസ്, നമ്മൾ കണ്ണൂരാണ് ഉദ്ദേശിച്ചത്. കണ്ണൂരുണ്ട്, വയനാട്ടിലെ റബ്ബർ തോട്ടം ഇല്ല. ബുദ്ധിയില്ലാത്തതൊരു പ്രശ്നമല്ലല്ലോ, അതൊക്കെ ഒരു ഇതാണ്, നമ്മളങ്ങനെ വിചാരിക്കണം. അപ്പോൾ ഗൈസ്, അതായിരുന്നു ഞാൻ ഇന്ന് സർപ്രൈസ് ഉണ്ട് പറഞ്ഞത്. അപ്പോൾ പോരാത്തിന് അവിടുന്ന് എനിക്ക് ഏട്ടൻ വേറൊരു സർപ്രൈസ് കൂടി തന്നു കേട്ടോ. ആ ഒരു ഹിഡൻ സ്പോട്ട് നല്ല രസമുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ ഇത്ര ഭംഗി ഉണ്ടാവും, അല്ലെങ്കിൽ ഇത്ര ഒരു നല്ലൊരു പ്ലീസിങ് ആയിട്ടുള്ള സ്ഥലം. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നുള്ള പോലെയാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി വേറെ വീഡിയോയിലേക്ക് വരാം.